ഹായ്, പി എസ് സിയിലെ വിസർജന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് നമുക്ക് പരിചയപ്പെട്ടാലോ? നോക്കിക്കൊടുക്കുക. കാൽസ്യം ഓക്സലേറ്റ് നമ്മൾ മൂത്രത്തിൽ കല്ലെന്ന് കേട്ടിട്ടുണ്ട്. ആ മൂത്രത്തിൽ കല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് കാൽസ്യം ഓക്സലേറ്റ് എന്ന് പറയുന്നത്. വൃക്കാരോഗങ്ങൾക്ക് കാരണമാകുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഡ്മിയമാണ്. അടുത്ത ഹെമറ്റൂറി എന്ന് പറയുന്നത്, അതായത് മൂത്രത്തിലൂടെ അല്ലെങ്കിൽ യൂറിനിലൂടെ രക്തം പുറന്തള്ളുന്ന അവസ്ഥയെ നമ്മൾ ഹെമറ്റൂറി എന്ന് പറയുന്നു. യൂറിനിലെ മാലിന്യത്തിന്റെ അളവ് കൂടുന്ന അവസ്ഥയെ നമ്മൾ യുറീമിയ എന്ന് പറയുന്നു. ഇനി എന്താണ് യൂറോക്രോം? യൂറിനിലെ മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യൂറോക്രോം ആണ്. വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കത്തെ നമ്മൾ നെഫ്രൈറ്റിസ് എന്നും, അതേപോലെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേര് നെഫ്രക്ടമി എന്നും, രണ്ട് വൃക്കകളും തകരാറിലാകുമ്പോൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ഡയാലിസിസ് എന്നും കൂടി മനസ്സിലാക്കുക. പലതവണ പി എസ് സിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച കുറച്ച് ടേമുകളാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക.